ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കിളിക്കൂട് എന്നൊരു സ്നാക്സ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇതിന് മുൻപ് ഞാൻ കുറേയേറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊക്കെ കൂടി ഒന്ന് കണ്ടു നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ കിളിക്കൂട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇനി സ്നാക്സിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് ഉരുളക്കിഴങ്ങൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് പാനിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്തെടുക്കുന്നില്ലേ, അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ മാഷ് ചെയ്തെടുക്കുന്നില്ല, അതേപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നാലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആ സ്നാക്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 400 ഗ്രാമോളം ബീഫ് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കീമയുടെ പരുവത്ത് കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങിച്ചാലും മതി കേട്ടോ. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല, ഇത്രയും വെള്ളം മതി. കാരണം ബീഫ് വെന്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളമൊന്നും ഇറങ്ങും. ഇനി ഇതൊന്ന് വെന്ത് വറ്റിച്ചെടുക്കണേ. ഇപ്പോൾ ഇത് ബീഫിലെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു കടായിലിട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം മസാല തയ്യാറാക്കാൻ തന്നെ. ഇനി 2 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലോട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വാടി വരുമ്പോൾ 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ തന്നെ ഇഞ്ചിയുടെ പേസ്റ്റും തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഹോം മെയ്ഡായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഷോർട്സ് ആയിട്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കാം, കാരണം നമ്മൾ ബീഫിൽ പൊടികൾ ഇട്ടതാണ് വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ നേരത്തെ വേവിച്ചുടച്ച് മാറ്റി വെച്ച ബീഫില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ചേർക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങില്ലേ, അതുകൂടെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും ബീഫൊക്കെ കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കാൻ, നമ്മൾ ബീഫിലും ഉരുളക്കിഴങ്ങിലൊക്കെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതിൽ കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ സ്നാക്സിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സേമിയ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള സേമിയ കിട്ടുമല്ലോ, അത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇത് കുറച്ച് തടിയുള്ള സേമിയോ നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. പിന്നെ അതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ വല്ലാണ്ടങ്ങ് പൊടി പോലെ ആവരുത്. കട്ട്ലറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിലല്ലേ കോട്ട് ചെയ്തെടുക്കുന്നത്, അതിന് പകരം നമ്മൾ സേമിയ എടുത്തതേ ഉള്ളൂ. പക്ഷേ നല്ലൊരു ടേസ്റ്റ് കേട്ടോ സേമിയ ആ സ്നാക്സിനോട് കൂടി കഴിക്കുമ്പോൾ. ഇപ്പോൾ ഇതിനി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്നാക്സ് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളത് തന്നെ. ഇനി ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. വല്ലാണ്ടങ്ങ് കേക്കിനൊക്കെ പതപ്പിച്ചെടുക്കുന്ന പോലെ പതപ്പിച്ചെടുക്കണം എന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം.
അടുത്തത് ഞാനൊരു 5 മുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയില്ലേ, അത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കൈയുടെ അടിയിൽ കുറച്ച് ഓയിലോ വെള്ളമോ എന്തോന്ന് തടവിയിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഒരു മുട്ട പൊതിഞ്ഞെടുക്കാനുള്ള ആ വലിപ്പത്തിലുള്ള ഉരുളയാക്കി എടുക്കുന്നുണ്ട്. ഇതാ ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈയുടെ അടിയിൽ വെച്ച് പരത്തിയെടുക്കുക. നമ്മൾ ഉന്നക്കായൊക്കെ പരത്തിയെടുക്കുന്നില്ല, അതേ കണക്ക് പരത്തിയെടുക്കുക. എന്നിട്ട് മുട്ടയിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണേ. ഒട്ടും പുറത്ത് കാണാത്ത വിധത്തിൽ കവർ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ മസാലയും ഇതൊക്കെ വിട്ട് പോകാൻ വഴിയുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുട്ട ഒരു 4 പീസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇത്ര വലിപ്പത്തിൽ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഒരു കിളിക്കൂടിൻ്റെ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര ഒരു വലിപ്പത്തിലാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയെല്ലാം ഞാൻ ഇതേ കണക്ക് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഞാനിപ്പോൾ 5 ഉരുളകളാക്കിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ട ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യുക, ഡിപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട്. ഇനി ഓരോ ഉരുളകളെടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച സേമിയയില്ലേ, അതിലോട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നില്ല, അതേപോലെ തന്നെ. അതുപോലെ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്ത് അതേ കൈ കൊണ്ട് തന്നെ ഇത് പിന്നെ കോട്ട് ചെയ്തെടുക്കാതെ അതൊന്ന് കഴുകി തുടച്ചിട്ട് ഒന്നുകിൽ കോട്ട് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ മറ്റേ കൈ വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നില്ല നല്ലത്. അതല്ലെങ്കിൽ പിന്നെ സേമിയ മറ്റുള്ളതിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലേ നമുക്ക്, അപ്പോൾ അതൊക്കെ വേസ്റ്റ് ആകാൻ വഴിയുണ്ട്. അപ്പോൾ അത് അങ്ങനെ ശ്രദ്ധിച്ചാൽ നമ്മൾ സാധാരണ കട്ട്ലറ്റിന് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ. അപ്പോൾ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം നന്നായിട്ട് കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കോട്ടാക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതൊട്ടും എണ്ണയിലോട്ടൊന്നും പോവില്ല, കുറച്ച് പോവും, പക്ഷേങ്കിൽ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി എല്ലാം ഞാൻ ഇതേ കണക്കിന് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ 5 സ്നാക്സ് ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അതുപോലെ ഞാനിതൊന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് എടുക്കട്ടെ. ഇപ്പോൾ ഇതാ 5 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ അല്ല, ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. കാരണം സേമിയ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ മുകളിലേക്കൊക്കെ എണ്ണ തൂവി കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. ഇപ്പോൾ ഇതാ ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അധികം അങ്ങ് കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇനി ബാക്കിയുള്ള സ്നാക്സൊക്കെ ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലെയിമിൻ്റെ ആ കൺട്രോൾ ഒന്ന് നോക്കിയാൽ മതി. അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അതിലേക്കിട്ട് പോകും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് കണ്ടോ, എണ്ണ ഒട്ടും അതിൻ്റെ മുകളിൽ പിടിച്ചിട്ടില്ല. ഇനി ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കാനും, അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതേപോലെയുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുവരേക്കും താങ്ക് യു.